ഞാനെങ്ങാനുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ആകും. കാരണം ഞാൻ വെറുതെ വിടുവായനാകാൻ തീരുമാനിക്കുന്നില്ലേ. എന്തായാലും ഞാനിപ്പോ പറഞ്ഞ വാസ്തവമാണ്. കാരണം ഇതേപോലത്തെ മത്സരം ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രാവശ്യം ഉണ്ടായി. അറിയോ? വെള്ളത്തിൽ നിന്ന് നീന്തി പൊങ്ങി പോകുന്ന മീനിന്റെ കണ്ണിന് നേരെ ഞാൻ അമ്പെയ്തു. അല്ല, ആദ്യം നീ ഇത് പറഞ്ഞ ആ മീൻ എങ്ങനെയാണ് ഇങ്ങനെ പൊങ്ങിപ്പോയത്? അത് നിന്നെ പോലെ വിടുവായുള്ള മീനാണോ എന്ന് പറഞ്ഞേ? വിട്ടേക്ക് യോടി, വരും. നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോയി നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതെ അതെ, തീർച്ചയായും പോണം. ഇന്ന് ആദ്യം അമ്പെയ്യുന്നത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമല്ലോ. നമ്മുടെ ആദ്യം ഭയങ്കര മിടുക്കനാണ്. അതുകൊണ്ട് ആദ്യമായിരിക്കും അമ്പെയ്യാൻ പോകുന്നത്. എന്റെ ആദി, നീ ടാർഗറ്റിനെ ഹിറ്റ് ആക്കേണ്ടതാ, അല്ലാതെ വെറുതെ കൈപ്പിടി പിടിക്കാനല്ല പറഞ്ഞേ. ഇതിനെത്ര ചിരിക്കാൻ എന്താ ഉള്ളത്? എത്രയൊക്കെ ആയാലും ചിലപ്പോ ഉന്നൊക്കെ തെറ്റി പോകും. ഇന്ന് പിടിക്കോ മതി. ഇനി അടുത്ത നിന്റെ കൂടോട് ഞാൻ ഒന്ന് കാണട്ടെ നീ എങ്ങനെ അമ്പെയ്യണേന്ന്. ശരി, ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോട്ട് ബാഡ് ശിവ. നിനക്കും ആ മത്സരത്തിൽ തീർച്ചയായും പങ്കെടുക്കാവുന്നതാണ്. പക്ഷേ നീ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. വേണ്ട രവ, എനിക്ക് അതിലത്ര രസമൊന്നും തോന്നുന്നില്ല. മത്സരം കാണാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. റോബിൻ ഹുഡ് പണക്കാരിൽ നിന്ന് തട്ടിപ്പറിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നു. എന്താ കൊള്ളാലേ? പറയേ. അത് കൊള്ളാം, നല്ലതാ ചെയ്തത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കയ്യിലുള്ള സ്വർണം പണം എല്ലാം തന്നെ മക്കളെ. വേഗം എടുക്ക്. നിങ്ങൾ വലിയ പണക്കാരല്ലേ, കുറച്ച് പണം വെച്ചോണ്ട് എന്ത് ചെയ്യാനാ? നമുക്ക് കാണാവേ. എന്താ ഇനി ഞങ്ങള് അങ്ങ് പോയിക്കോട്ടെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ പണം തികയൊന്നുമില്ല. മേഡത്തിന്റെ കാര്യത്തിലുള്ള ഊരിയെടുത്ത് വേഗം എടുക്ക്. കൊടുക്കടി. എന്താ ചെയ്യാ? ഈ നട്ടപ്പാതിരക്ക് വന്നിട്ട് നോക്കൂ, നമ്മുടെ കയ്യിലുള്ള സ്വർണങ്ങളെല്ലാം പോയി.
ഞെട്ടിപ്പിക്കുന്ന വാർത്ത. റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പെരുങ്കള്ളൻ വേദ നഗരത്തിൽ എത്തിയിരിക്കുന്നു. പാവങ്ങളെ സഹായിക്കുന്നതിലാണ് അവൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പണക്കാരിൽ നിന്ന് തട്ടിയെടുത്ത് അവൻ പാവങ്ങളെ സഹായിക്കുന്നു. അതിശയം തന്നെ. ആരാണ് ഈ റോബിൻ ഹുഡ്? ഒറ്റ രാത്രി കൊണ്ട് അവൻ പല പണക്കാരെയും തറ പറ്റിച്ചിരിക്കുന്നു. അറിയാമോ? ഈ ലോകത്തുള്ള മഹാപെരുങ്കള്ളന്മാർക്ക് ഈ വേദാനഗരം മാത്രം എന്താ കിട്ടുന്നേ? അയാൾ ശരിക്കും അമ്പയ്യാൻ അറിയുന്ന ഒരാളാണ്. ചിലപ്പോ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നതായിരിക്കും. ഭീംസിംഗ്, നീ കാർ നിർത്തരുത്. ഇത് തീർച്ചയായിട്ടും ആ റോബിൻ ഹുഡ് എന്ന് പേരുള്ള കള്ളനാ. അവൻ നമ്മുടെ അടുത്തുള്ള ആഭരണങ്ങളൊക്കെ തട്ടിയെടുക്കും. സൂക്ഷിക്ക്. ശിവ, ആ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ കള്ളൻ ഞങ്ങളുടെ പുറകെ ഉണ്ട് മോനെ. ഓക്കെ മുത്തശ്ശി, ഞാനിതാ ഇപ്പൊ തന്നെ എത്താം. മുത്തശ്ശി, ഞാൻ അവിടെ എത്താറായി. നിങ്ങളിപ്പോ എവിടെയാണുള്ളത്? ഞങ്ങൾ ആ വീന സിറ്റി ചോക്കിന്റെ അടുത്ത് എത്താറായി മോനെ. നമസ്കാരമുണ്ട് അങ്കിളാജി. ഞാൻ ഹുഡ് റോബിൻ. അതെ അതെ അറിയാം, നീ റോബിൻ ഹുഡാണെന്ന്. പണക്കാരിൽ നിന്നെല്ലാം തട്ടിയെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നവനാ. എന്റെ ആന്റി, നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പാവങ്ങളുടെ കണ്ണിൽ എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കോടീശ്വരന്മാരല്ലേ, വീണ്ടും കിട്ടുമല്ലോ. എന്ത് കോടീശ്വരന്മാരോ? ഇപ്പൊ ഞങ്ങളും പാവപ്പെട്ടവരായി. എന്താ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കരയുന്നത്? ഈ ആഭരണങ്ങൾ പോയാൽ എന്ത് പറ്റി? വീട്ടിൽ ഇനിയും കിടക്കുകയല്ലേ, അത് ഉപയോഗിച്ചുകൂടെ? അങ്കിൾ, എന്നാ പിന്നെ നമുക്ക് അങ്കിളിന്റെ വീട്ടിലേക്ക് പോയാലോ? ഈ കുറച്ച് സ്വർണം കൊണ്ട് പാവപ്പെട്ടവർക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കാനാ? നിങ്ങളുടെ വീട്ടിലുള്ള ആഭരണങ്ങൾ മുഴുവൻ എടുത്താലല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? വരൂ. നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റിയാലല്ലേ വീട്ടിലേക്ക് പോവാൻ കഴിയുള്ളൂ. മണ്ടത്തരം പറയല്ലേ. ഞങ്ങളുടെ ശിവ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഏ കുട്ടി, അവിടെ തന്നെ നിനക്ക് ഇങ്ങോട്ട് വരല്ലോ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നീ ആരാണെന്നുള്ളത് നീ എനിക്ക് കാണിച്ചു തന്നു. ഇനി ഞാൻ ആരാണെന്നുള്ളത് നിനക്ക് കാണിച്ചു തരാം. ബൈ ബൈ എവരിബഡി. ശിവ, വേണ്ട, പോകല്ലേ. അയാള് പോണെങ്കിൽ പോട്ടെ. അയാളൊരു ദുഷ്ടനാ മോനെ. മോന്റെ ജീവൻ അപകടത്തിലാക്കല്ലേ. ശിവ, നീ എന്താ ചെയ്യാൻ പോന്നേ? നീ റോബിൻ ഹുഡിന്റെ കാര്യം ന്യൂസിൽ കേട്ട് കാണുമല്ലോ. അതെ അതെ, എല്ലാവർക്കും അറിയാം. അയാളെ ശരം എഴുതിട്ടാണ് എല്ലാരും പേടിപ്പിക്കുന്നത്. ഇന്നലെ രാത്രി മുത്തശ്ശന്റെ അടുത്ത് അവൻ മോഷ്ടിക്കാൻ വന്നു. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അയാൾ വേഗം ഓടിക്കളഞ്ഞു.
ഇത് അവൻ എനിക്ക് നേരെ ചെയ്ത അമ്പാണ്. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ആ ശരമത്സരത്തിൽ പങ്കെടുക്കും. ആദ്യം നീ പറ്റില്ലെന്നാണല്ലോ പറഞ്ഞേ, ഇപ്പൊ എന്താ മനസ്സ് മാറിയ? റോബിൻഹുഡ് അമ്പ ചെയ്യാൻ വളരെ മിടുമിടുക്കാനാണ്. തീർച്ചയായും അവൻ ആ കോമ്പറ്റീഷനിൽ വരാതിരിക്കില്ല. നമുക്ക് അവനെ അവിടെ വെച്ച് പിടിക്കാം. അയാളുടെ ഈ അമ്പ് പോലെ നേരിയതും ശക്തിയുള്ളതായ അമ്പ് ഞാൻ പണിയും. അതെന്തായാലും കൊള്ളാം. നാളെ മുതൽ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. കൊള്ളാം കൊള്ളാം, ഞാൻ നിന്നെ നന്നായിട്ട് പഠിപ്പിച്ചുതരാം. എന്നാ പിന്നെ ശിവ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ തോറ്റു പോകും. Shiva, I think you are ready for the competition. ഇതവനാണല്ലോ, ഇവനല്ലേ എന്നെ ഒരുപാട് ഇടിച്ചത്. ഇവനെങ്ങനെ ഇവിടെ? അല്ല മോനെ, അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് കണ്ടാ പോരെ? അങ്കിൾ, എന്റെ പേര് ശിവ എന്നാണ്. ഞാൻ കാണാൻ വേണ്ടി വന്നതല്ല, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ കുട്ടി ഇങ്ങനത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് കാണുന്നത്. ഇത് എന്തൊരു അതിശയം! ശിവയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് നന്നായിട്ട് കൈയടിക്കൂ. കൂട്ടുകാരെ, ദാ മത്സരം തുടങ്ങാനായി. ഇതില് പലതരത്തിലുള്ള ഉന്നങ്ങൾ വെക്കുന്നതായിരിക്കും. ഞാൻ പറയുന്നത് എന്താ വെച്ചാ, സെറ്റിംഗ് ടാർഗറ്റ് ഉണ്ടാവും, അതിനൊപ്പം മൂവിംഗ് ടാർഗറ്റും ഉണ്ടാവും. കോമ്പറ്റീഷന്റെ റൗണ്ട് 1 തുടങ്ങാനായി. ഇനി അടുത്തത് റൗണ്ട് 2ലേക്ക് കടക്കാം. ഇനി അടുത്തത് ശിവയാണ്. നമുക്ക് കാണാം ശിവ ഈ ടാർഗറ്റ് കടത്തി വീട്ടുമോ അതോ ഇല്ലയോ എന്ന്.
ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ചെറിയ കുട്ടി ശിവ ഇത്രയും വലിയ റൗണ്ടിൽ സാമർത്ഥ്യമായി വിജയിച്ചിരിക്കുന്നു. ഇതുപോലത്തെ കോമ്പറ്റീഷൻ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ തന്നെ കാണുന്നത്. ഇനി റൗണ്ട് 3 തുടങ്ങാൻ പോകുന്നു. ഈ റൗണ്ടിൽ വെറും 2 പേര് മാത്രമാണ് മത്സരാർത്ഥികൾ, ശിവയും പിന്നെ സന്തോഷ് സിംഗും. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ റോബിൻഹുഡ് ആരാന്നുള്ളത്? അവസാനമായിട്ട് എന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്. ഇയാൾ എവിടെയാ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അവന്റെ റൂം മുഴുവനും പരിശോധിക്കണം. ഇവൻ പുറത്തുനിന്ന് വന്നിരിക്കയാ. ഇവൻ വേദാസ് ഇന്റർനാഷണൽ ഹോട്ടലാ താമസിക്കുന്നത്. ഞാൻ അവന്റെ റൂം ഒന്ന് പരിശോധിക്കട്ടെ. നീ മത്സരിച്ചോ? ഓൾ ദ ബെസ്റ്റ്. റൗണ്ട് 3. ഇത് കണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. ഇന്നിവിടെ നടന്ന കോമ്പറ്റീഷനിൽ ശിവയുടെയും സന്തോഷ് സിംഗുടെയും പോയിന്റ് സമമായതുകൊണ്ട് ട്രോഫി 2 പേർക്കും ലഭിക്കുന്നതാണ്. ലഡു സിംഗ് സർ ഇവിടേക്ക് വരുന്നവരെ ഇയാൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഈ കാര്യം പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ശിവയ്ക്കും സന്തോഷ് സിംഗിനും തുല്യമായ പോയിന്റ് ആണ്. അതുകൊണ്ട് 2 പേർക്കും ട്രോഫി ലഭിക്കുന്നതാണ്. അല്ല, അത് തെറ്റാ. ശിവയെക്കാളും നല്ലൊരു മിടുക്കൻ ഈ ലോകത്ത് ആരുമില്ല. വേണമെങ്കിൽ അമ്പെയ്ത മത്സരം ഇനി ഒന്നുകൂടി വെക്കാം. 2 പേരുടെ ടാർഗറ്റ് കറക്റ്റ് ആയിരുന്നല്ലോ. ഇനി എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? അതെന്താന്ന് വെച്ചാലേ, ദൂരെ നിന്നും ടാർഗറ്റ് അനങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോ തന്നെ ഒന്നെങ്കിലും സൈക്കിളിലോ അല്ലെങ്കിൽ വാഹനത്തിലോ പുറകെ പോയി അമ്പെയ്യണം. വെരി ഗുഡ് ഐഡിയ. ഞാൻ റെഡിയാണ്. ഞാൻ പ്രൂഫ് ചെയ്ത് കാണിക്കും ഞാൻ മാത്രമാണ് ബെസ്റ്റ് എന്ന്. ഞാനിപ്പോൾ തയ്യാറാണ്. Okay, get set, go!
വിശ്വസിക്കാനാവുന്നില്ല, പക്ഷെ ഇത് പരമസത്യം. ശിവനെ വെല്ലാൻ ആരും തന്നെ ഇല്ല. ഇതുപോലത്തെ മത്സരം ആരും തന്നെ കണ്ടു കാണാൻ വഴിയില്ല. അതുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ശിവയ്ക്കാണ് ലഭിക്കുന്നത്. സോറി സന്തോഷ് സിംഗ്, പക്ഷെ നിങ്ങളും വളരെ നന്നായി മത്സരിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. സന്തോഷിന്റെ കയ്യിൽ കൊടുക്കാൻ ദാ എന്റെ കയ്യിൽ ഒരു ട്രോഫി ഉണ്ട്. അവനെ പിടിക്കാൻ. വേഗം. അവൻ രക്ഷപ്പെടരുത്. നിങ്ങൾക്കറിയോ, ഇവനൊരു വലിയ കൊള്ളക്കാരനാണ്. ഇവന്റെ മുറി മുഴുവൻ പരിശോധിച്ചപ്പോ മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവനും കിട്ടി. ഇവനെ പിടിക്കാൻ എന്നെ കൂടുതൽ സഹായിച്ചത് നമ്മുടെ ശിവയാണ്. 3 cheers for ശിവ. Hooray! Hooray!